ഹലോ, വെൽക്കം ടു മോംസ് റൊട്ടീൻ. എന്തൊക്കെ എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളുടെ സുഖമായിട്ടും റാഹത്തൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇന്നലെ എടുത്ത കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ രാവിലെ നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നൊരേ റൂട്ടീൻ തന്നെയാണ്. രാവിലെ എണീക്കുക, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, പിന്നെ നമ്മളെ പറഞ്ഞല്ലോ നമ്മളെ ചെറിയ എക്സസൈസുകൾ, നിസ്കാരം, അതൊക്കെ സാധാ റൂട്ടീൻസ് തന്നെ. അതൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് മക്കൾക്കുള്ള ലഞ്ചും ആക്കി കൊടുത്തിട്ട് ഉമ്മക്ക് ചായയും കൊടുത്തിട്ടാണ് ഞാൻ മോനെ കൊണ്ടാക്കാൻ വേണ്ടി പോവുക. പിന്നെ കൊണ്ടാക്കി വരുമ്പോൾ ഒന്ന് റിലാക്സ് ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. വന്നിട്ട് പിന്നെ ആ മുറ്റത്തൊക്കെ ഒന്ന് ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ നടക്കും. എന്നിട്ട് ചെടികളും പുതുതായിട്ടുണ്ടായിട്ടുള്ള പൂക്കളും അങ്ങനെയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിട്ട് കണ്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ എന്തോ ഒരു റിലാക്സേഷൻ ആയിട്ട് മനസ്സിന് ഒരു സമാധാനത്തിൽ ഇനി പണിയെടുത്താൽ മതി എന്നുള്ളൊരു തോന്നൽ വരും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി നമ്മൾ കിച്ചണൊക്കെ കണ്ട് ക്ലീൻ ആക്കിയിട്ട് പിന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ധൃതി പിടിച്ച് പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് പൂക്കളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ ഒരു 5 മിനിറ്റ് നേരം പിന്നെ വെറുതെ ഒന്ന് ഇരിക്കും കേട്ടോ. എന്നിട്ടാണ് ഇനി നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യൽ. പല രീതിയിലും ഞാൻ ലഞ്ച് ഉണ്ടാക്കലുണ്ട് കേട്ടോ. ലഞ്ച് 7 മണിക്ക് ഉണ്ടാക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ 7 മണിക്ക് ഉണ്ടാക്കും. അതല്ലാന്നുണ്ടെങ്കിൽ 8 മണിക്കാണ് എനിക്ക് ലഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് എൻ്റെ പണികൾ ഞാൻ. അപ്പോൾ ഒക്കതിനും ഒരു ഒരുക്കാനങ്ങൾ വേണമല്ലേ. തലേ ദിവസങ്ങൾ നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് നാളെ എങ്ങനെയാണ് എവിടേക്കെങ്കിലും പോകാനുണ്ട് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ ഫുഡ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരുക്കാനങ്ങൾ നല്ലതാണ് കേട്ടോ. തലേ ദിവസം ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഒക്കെ ഒന്ന് വെക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യൽ. അല്ല ഇതുപോലുള്ള ദിവസങ്ങളാണ് നോർമൽ ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനിയിപ്പോൾ നേരത്തെ 8 മണിക്ക് കഴിഞ്ഞോളണമെന്നില്ല, 9 മണിക്ക് കഴിഞ്ഞോളണമെന്നില്ല എന്ന് തോന്നുമ്പോൾ നമുക്ക് ഇതാണ് സാധാരണത്തെ റൊട്ടീൻ കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെയല്ല, മാറ്റങ്ങളുണ്ടാവും കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആ ക്ലീനിങ് ഒന്നും കൂടി ഈസിയാണ് കേട്ടോ. ഒരുമിച്ച് ഉണ്ടാക്കുമ്പോൾ പാത്രം കഴുകലായാലും അല്ലാന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ തുടക്കലൊക്കെ ആണെങ്കിൽ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. അത് അങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കൂടുതൽ പരത്തിയിട്ടും ചെയ്തിട്ടൊന്നും ഞാൻ അങ്ങനെ പണിയെടുക്കലില്ല കിച്ചണിൽ നിന്നിട്ട്. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ വെച്ചിട്ടൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഉടനെ അങ്ങോട്ട് തുടച്ചിട്ടിട്ട് മോനേറ്റ് പോണതാണ്. അപ്പോൾ പറഞ്ഞല്ലോ എപ്പോഴും നമ്മളെ വീട്ടിലേക്ക് വിരുന്നുകാർ വരാനുണ്ട് എന്നുള്ളൊരു മനസ്സിലിങ്ങനെ കരുതുക. അങ്ങനെ കരുതിയിട്ട് നമ്മളെ വീട് ഇങ്ങനെ കൊണ്ട് ചെയ്യണ കാര്യങ്ങൾ ഒരു വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നീറ്റ് തന്നെ ആയിരിക്കും. എന്തായാലും ഇന്നിപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ പണികൾ എടുക്കുന്നത്. അപ്പോൾ കിച്ചണിക്കിനി സമാധാനത്തിൽ കയറാം, അവിടെയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കിടക്കുകയാണ് എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, എപ്പോഴും ഞാൻ പറയില്ല ആസ്വദിച്ച് ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ ഇങ്ങനെ ഹറിബറിയായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചടപടയിച്ചിട്ടൊന്നും ചെയ്യുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ആ പണിക്കൊരു വൃത്തി ഉണ്ടാവില്ല എന്നിങ്ങനെ തോന്നി എനിക്ക്. സിറ്റ് ഔട്ടൊക്കെ ഞാനൊന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ തിണ്ട്, പിന്നെ ബെഞ്ച്, അതിൻ്റെ മുകളിലൊക്കെ പൊടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് പിന്നെ ഒന്ന് അടിച്ചു വാരി ഇവിടെ പുറത്ത് സ്റ്റെപ്പും കൂടി ഒന്ന് കഴുകിയിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടേജ് ആണ് ക്ലിയറായി. മുറ്റടിക്കാനൊന്നും ഇല്ല കേട്ടോ. പിന്നെ റൂമിലേക്ക് വന്നിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആങ്കറിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ഡെയിലി ഇടുന്ന ഷോളുകൾ ഞാനും മോളൊക്കെ ഇങ്ങനെ മാറി മാറിയിടും. ഞാൻ ഇങ്ങനെ ഷോളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മാറ്റിയിട്ടാ. അങ്ങനെയൊക്കെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അതിങ്ങനെ ആങ്കറിൻ്റെ മുകളിൽ ഇങ്ങനെ തൂക്കലാണ്. അപ്പോൾ ഒരുമിച്ച് ഷോളുകൾ ഞാൻ അങ്ങനെ ഉണ്ട് കഴുകലാണ് കേട്ടോ. അപ്പോൾ ഷാളുകൾ മാത്രമായിട്ടാണ് വാഷിംഗ് മെഷീനിലിടുക. നമ്മൾ കുറച്ച് നേരം അലക്കാനുള്ളത് അങ്ങനെ ഇട്ട് കൊടുക്കും. അതല്ല കുറേ നേരം വെച്ചിട്ട് കറക്കണം എന്നുള്ളത് അങ്ങനെ വേറെ ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഓരോ ഡ്രസ്സും അലക്കിയെടുക്കൽ. നമ്മളൊന്ന് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സൊക്കെ കുറേ കാലം നമുക്ക് യൂസ് ആക്കാൻ വേണ്ടി പറ്റും. മോന് എണീറ്റിട്ട് അവൻ്റെതായ രീതിയിൽ പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെച്ചാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവനും ഞാനും ഒരുമിച്ച് എണീക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ബെഡ്ഷീറ്റൊക്കെ ശരിയാക്കിയിടും. പിന്നെ അവന് എണീക്കാൻ നേരം വൈകുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യൽ. ഞാൻ നേരത്തെ എണീക്കണതല്ലേ. പിന്നെ ബെഡ്ഷീറ്റൊന്ന് മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ റൂമൊന്ന് ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടക്കി പെറുക്കി വെക്കാനുള്ളതൊക്കെ വെച്ച് ഒന്ന് അടിച്ചോരിയിട്ടൊക്കെ ഇടുന്നതാണ്. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും പരത്തിയിടാൻ ഇല്ല കേട്ടോ. പരത്തിയിടലില്ല. അപ്പോൾ ഓരോരോ സാധനത്തിനും ഇത് ഇവിടെ വെക്കണം എന്നൊരു നമ്മളൊരു സ്ഥലം കാണുമല്ലോ. അപ്പോൾ ആ ഒരു സ്ഥാനത്ത് തന്നെ ഞങ്ങൾ ഓരോരുത്തരും വെക്കാൻ വേണ്ടി ശ്രമിക്കലുണ്ട്. ഞാനങ്ങനെ കുട്ടികളെ വഴക്ക് പറഞ്ഞ ഒരാളല്ല കേട്ടോ. ഞാനങ്ങനെ കാമായിട്ടാണ് എപ്പോഴും മക്കളോട് സംസാരിക്കൽ. അപ്പോൾ എപ്പോഴെങ്കിലും എൻ്റെയൊക്കെ അവർക്ക് ചീത്ത കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ അവരെ ഞാൻ ചീത്ത പറയണത് ഈ ഒരു കാര്യത്തിന് മാത്രമാണ് കേട്ടോ. എന്തെങ്കിലും സാധനങ്ങൾ അവിടെ ഇവിടെ പരത്തിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യം പിടിക്കും. അപ്പോൾ ആ ഒരു കാര്യത്തിന് മാത്രമേ ഞാൻ അവരെ ചീത്ത പറയലുള്ളൂ.
പിന്നെ മോശം വാക്കുകൾ നമ്മൾ ഞാൻ പറയല്ലോ എന്തെങ്കിലും അങ്ങനെ ദേഷ്യം പിടിച്ച് കഴിഞ്ഞാൽ മക്കൾ എന്തെങ്കിലും ഒന്ന് പറയുക അങ്ങനെയൊന്നും നമ്മൾ ചെയ്യരുത്. ദേഷ്യം പിടിച്ച് അടിച്ചാലും വഴക്ക് പറയരുത് എന്ന് പറയട്ടാ. ഇപ്പോൾ ഞാനാർക്കായാലും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ മക്കളോട് അങ്ങനെയാണ് പെരുമാറൽ. അപ്പോൾ നല്ലപോലെ പെരുമാറണം ഞാൻ. എനിക്ക് ദേഷ്യം എപ്പോഴാണ് പിടിക്കുക എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അത് വിചാരിച്ചിട്ട് അവരും അങ്ങനെ വല്ലാതെ പരത്തിടാൻ വേണ്ടി ശ്രമിക്കലില്ല. പരത്തിടുന്ന മക്കളല്ലേ, അവർ എന്തായാലും പരത്തിയിടും. നമ്മൾ ചെയ്യണ മാതിരി എന്തായാലും അവരെ കൊണ്ട് പറ്റില്ല. എന്നാലും കുറേയൊക്കെ എനിക്ക് ദേഷ്യം പിടിക്കുന്ന എഴുതിയിട്ട് അവർ ശ്രദ്ധിക്കുന്നതാണ്. പിന്നെ മോളെ റൂം മുകളിൽ കണക്ക് തന്നെ ആയിരിക്കും കേട്ടോ. അവളൊരു റൂമുണ്ട്, അവളെ അതായിട്ടുള്ള ക്ലീനിങ്ങും കാര്യം. അപ്പോൾ എനിക്കതങ്ങനെ ഞാൻ ക്ലീൻ ചെയ്തിട്ടാൽ പിന്നെ ആ ഭാഗത്ത് വൃത്തികേടാവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അവളെ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവില്ല. അവൾ തന്നെ ക്ലീൻ ആക്കട്ടെ എന്ന് എഴുതിയിട്ട് അങ്ങനെ എൻ്റെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മളിതാ പുറത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചീനമുളക് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് കാന്താരി മുളക് എന്നറിയില്ല, ഞങ്ങളിവിടെ ചീനമുളക് എന്നാണ് പറയുക. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിലും ഈ കളറിലുള്ളതും പിന്നെ വയലറ്റും പിന്നെ സാധാ പച്ചമുളകും ഉണ്ടിട്ട് എൻ്റെ അടുത്ത്. പച്ചമുളകിൻ്റെ ഒരു തൈ ഉണ്ടാകുമ്പോഴും നന്നായിട്ട് കായ്ക്കലുണ്ട്. ഞാൻ ഈ മീൻ കഴുകിയ വെള്ളം ഇറച്ചി കഴുകിയ വെള്ളമൊക്കെ കൊണ്ടിട്ട് അതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അത് ചെടികൾക്കായാലും പച്ചക്കറികൾക്കായിട്ടുള്ള നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് കഴുകിയിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൽ കുറച്ചും കൂടി വെള്ളം ആക്കി ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മൾ അതിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ചെടികളൊക്കെ പൂക്കാനും കായ്കൾ വരാനൊക്കെ നല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ നല്ല ചെമ്പരത്തി കുറച്ച് സൈസുള്ള ചെമ്പരത്തിയാണ്. അപ്പോൾ ഞാനിത് പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ പിന്നെ രാവിലെ ഞാൻ ചെടികളൊക്കെ ഇങ്ങനെ നോക്കുമെന്ന് പറഞ്ഞല്ലോ കുറച്ച് നേരം. അപ്പോൾ കണ്ടതാണ് ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ പൂപ്പലിട്ട വൈറ്റ് കളറിൽ ഇങ്ങനെ ഒരു പൂപ്പൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു മരുന്നുണ്ട് ഞാൻ വാങ്ങിക്കൊടുന്ന് വെച്ചിട്ട് ഇങ്ങനെ വരുമ്പോൾ കാണുമ്പോൾ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചെടി നശിച്ചു പോവും. മനസ്സ് റിലാക്സ് ആക്കാനായിട്ടാണ് എന്തായാലും പുറത്തേക്ക് ഒന്ന് ഇറങ്ങും എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ചെടികളൊക്കെ നോക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും കൂടി ചെയ്യും. അപ്പോഴാണ് നമ്മളിതൊക്കെ കാണട്ടാ. അതുകൊണ്ട് നമ്മൾ ആ ഒരു കെയറിങ്ങും കൂടിയും ചെടികൾക്ക് കൊടുത്താലാണ് അത് നല്ല പോലെ ഉണ്ടാവുള്ളൂ. പിന്നെ അതിൻ്റെ ശേഷം ഇപ്പം ഞാനിതാ കുറച്ച് ലാൻഡൻ ഉണ്ടല്ലോ നമ്മളെ കൊങ്ങിണിപ്പൂവ്, ആ മഞ്ഞ കളറിലുള്ള കൊങ്ങിണിപ്പൂവിൻ്റെ കുറച്ച് കമ്പുകൾ ഞാൻ ഇതുപോലെ ഈ പെയിൻറ്റിൻ്റെ പാത്രം കേട്ടോ, അതിന് ഞാൻ ഇങ്ങനെ റെഡ് കളർ അടിച്ചു കൊടുത്തതാണ്. നമ്മളെ ചട്ടിൻ്റെ കളറ് പെയിൻറ്റ് അടിച്ചു കൊടുത്തതാണ്. അപ്പോൾ അതിൽ ഞാനിത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, സൈഡിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്മേൽ പൂവൊക്കെ ഇടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങോട്ട് ഈ ഭാഗത്ത് കൊടുന്ന് വെച്ചതാണ്. ആദ്യം ഞാൻ തെങ്ങിൻ്റെ ചുറ്റുഭാഗം വെച്ച് കൊടുക്കാൻ വിചാരിച്ചു. പിന്നെ അങ്ങനെ എവിടെ വെക്കേണ്ടതെന്നുള്ളൊരു ഐഡിയ ഇട്ടാതെ ലാസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ചിലപ്പോൾ മാറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് കൊടുക്കണം. അതും വെച്ച് കൊടുത്ത് കഴിഞ്ഞ് അപ്പോൾ ഇനി സമാധാനത്തിലൊന്നും ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകണല്ലോ കേട്ടോ, ഉച്ചക്കുള്ള ലഞ്ച്. ഞാൻ ഇന്നലെ വൈകുന്നേരം മോള് എനിക്ക് കുറച്ച് ചെമ്മീൻ സ്കൂളിട്ട് വരുമ്പോൾ വാങ്ങിയാണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവളും കൂടി രാത്രി തന്നെ തൊലിച്ചിട്ട്, ചെറിയ ചെമ്മീനാണ് കേട്ടോ, ഒറ്റയ്ക്ക് തൊലിച്ചാൽ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി തൊലിച്ചിട്ട് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വലിയുള്ളിയൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ സമാധാനത്തിലൊന്ന് കിച്ചണിൽ കയറിയാൽ മതി. ഇന്നലെ രാത്രി എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. രാത്രിയല്ല, ഒരു മഗ്‌രിബിൻ്റെ ഒരു സമയത്ത് എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ പഠിച്ചത് +2 പഠിച്ചാണ്ട് എൻ്റെ കൂടെ. പിന്നെ ഡിഗ്രി ആയപ്പോഴേക്കും അവളെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊരു കോണ്ടാക്റ്റൊക്കെ ഉണ്ട്. അങ്ങനെ അവളെ ഹസ്ബൻഡ് വന്നതായിരുന്നു. ഹസ്ബൻഡും കുട്ടികളും അവളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പറയാതെ വന്നതാണ്. അവൾ മഗ്‌രിബ് എവിടെയോ പോയി വരികയാണ്. അപ്പോൾ മഗ്‌രിബ് നിസ്കരിക്കാലോ എന്ന് എഴുതിയിട്ട് വേഗം എൻ്റെ അടുത്തേക്ക് വന്നതാണ്. അങ്ങനെ പിന്നെ വന്നപ്പോൾ ഞാൻ ഫുഡൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് അവർ പോയത്. അപ്പോൾ ആ പാത്രവും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ ചെമ്മീൻ കൊടുന്നപ്പോൾ പിന്നെ അത് തുടക്കാനൊന്നും നിന്നിട്ടില്ല. കഴുകിയിട്ട് ഞാൻ ഇവിടെ ടേബിളിന്മേൽ കൊടുന്ന് വെച്ച്. ഈ പാത്രങ്ങൾ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നതിന് പുറമെ ഉള്ളതൊക്കെ ഞാൻ ഇതിലാണ് വെക്കൽ, എക്സ്ട്രാ ഉള്ളതൊക്കെ. അപ്പോൾ അത് അങ്ങനെ തുടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. പാത്രങ്ങളൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള കാൻ്റെ കമ്പനിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്ലേറ്റ് ഉണ്ട്. അത് ഒക്കെ കൊടുന്നതേന്ന്. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഇനി അടുത്തതായിട്ട് കുറച്ച് ചെറുപഴം കൊടുക്കുന്നുണ്ടായി. എൻ്റെ നാത്തൂന് കൊടുക്കുന്നതാണ്, അവർ വീട്ടിലുണ്ടായത്. ഇന്നലെ കൊടുക്കുന്നതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ വൈകുന്നേരം ആയപ്പോൾ അവർ വന്നതും പിന്നെ അതിൻ്റെ ആ ഒരു തിരക്കിൽ ഇത് എടുക്കാൻ വേണ്ടി മാറുന്നു. അപ്പോഴേക്കും പിറ്റേ ദിവസമായപ്പോൾ അതിൻ്റെ കളറ് മാറിയിട്ടാണ്. പഴത്തിൻ്റെ തൊലിൻ്റെ കളറേ മാറിയിട്ടുള്ളൂ. പക്ഷേ പഴം നല്ല ഫ്രഷ് പഴം തന്നെയാണ്. അത് കണ്ടു കഴിഞ്ഞാലിട്ട് മക്കളാരും കഴിക്കൂല. പിന്നെ ഈ ചെറുപഴം അങ്ങനെ വെറുതെ അങ്ങനെ ഒരു കഴിക്കൂല വല്ലാതെ. അപ്പോൾ ഞാനിതിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് അവിൽ മിൽക്ക് ഉണ്ടാക്കാം. ഞാനിതായിട്ട് അവിൽ മിൽക്ക് ഉണ്ടാക്കൽ. അപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളെ പണീൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഇങ്ങനെ തൊലിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പഴം ഉണ്ടെങ്കിൽ
ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താണ്ട് അതിലേക്ക് എന്തെങ്കിലും പാല അല്ലെങ്കിൽ തേങ്ങ ഉണ്ടെങ്കിൽ അതൊട്ടിട്ട് ഞാനും ഇടയ്ക്ക് അവിൽ മിൽക്ക് കുടിക്കലുണ്ട്. അപ്പോൾ അവിലും ഈ പഴമൊക്കെ നമ്മളെ ശരീരത്തെ തണുപ്പിക്കാൻ നല്ലതാണ് അല്ലേ. പിന്നെ ഒരു ഫ്രഷ്നെസ് കിട്ടും. നമ്മൾ ഈ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ എന്തെങ്കിലും രാവിലെ നേരത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണവരാണെന്നുണ്ടെങ്കിൽ ഒരു 10, 10:30, 11 മണി സമയത്തൊക്കെ എന്തെങ്കിലും ഒരു ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഫ്രൂട്ട്സായിട്ട് എന്തെങ്കിലും ഒന്ന് മുറിച്ച് കഴിക്കുന്നത് നല്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ഒരു ഗ്യാപ്പ് ഇട്ടുകാണ്ട് പിന്നെ ഒരു 2 മണിക്ക് ഫുഡ് കഴിക്കരുത്. അപ്പോൾ അത്രയും ഗ്യാപ്പ് വരില്ലേ. നമ്മൾ ഭക്ഷണം കുറച്ച് കഴിഞ്ഞാലും ഭക്ഷണം കൂടിയാലും പ്രശ്നമാണ് കേട്ടോ. പിന്നെ വെള്ളം ആയിട്ടുള്ള നിങ്ങൾ കുടിക്കുകയാണ് നല്ലത്. നമ്മൾ തടിയൊക്കെ വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ജ്യൂസ് ഐറ്റംസും പിന്നെ ജലാംശം നമ്മളെ ശരീരത്തിലുള്ളതും നല്ലതല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് നമ്മളിതാ പറഞ്ഞില്ലേ മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചെടുത്തിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പഴം കുത്തിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ ചിരവി എടുക്കണം. അപ്പോൾ പാലില്ല കേട്ടോ. അപ്പോൾ പാലിന് പകരം ഇപ്പോൾ ഒന്ന് തേങ്ങ ചിരവിയിട്ട് കൊടുക്കാൻ നേരത്തി. ഇപ്പോൾ എല്ലാ തേങ്ങ ഉണ്ടെങ്കിലൊക്കെ തേങ്ങ ചിരവിയിട്ടിട്ടൊക്കെ നമ്മൾ ഇതേപോലെ ഇപ്പം കുത്തിയിട്ട് പഴത്തിൽ കുത്തിയിട്ട് അവൽ മിൽക്ക് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി തേങ്ങ കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളൊന്ന് മിക്സാക്കിയിട്ട് വെള്ളം കൂടി ഒഴിച്ചിട്ട് അവൽ മിൽക്കാക്കാമെന്ന് കരുതണിട്ട്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ഇപ്പോൾ കുടിക്കും. ഇനി ബാക്കിയുള്ളത് ഞാനിവിടെ അടച്ചുകൊണ്ട് വെക്കും. അപ്പോൾ മക്കൾ സ്കൂളിൽ വരുന്ന സമയത്ത് അവർക്ക് വന്നേക്ക് എന്തെങ്കിലും ഒരു വെള്ളം കൊടുക്കാമല്ലോ. അപ്പോൾ അത് കൊടുക്കാമെന്ന് കരുതി. പിന്നെ ഈ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മക്കളെ കൊണ്ടായാലും നമ്മളൊക്കെയായാലും എന്തെങ്കിലും വെള്ളങ്ങളായിട്ടും ശരീരത്തെ തണുപ്പിക്കണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മൾ അതിലൊക്കെ ഇട്ടിട്ട് കുടിക്കണം. അപ്പോൾ അവലിടാതെ അങ്ങോട്ട് വെച്ചാൽ മതി. അപ്പോൾ പഴവും പഞ്ചസാരയും തേങ്ങ കൂടി ഇട്ടിട്ട് നല്ല മധുരമൊക്കെ കറക്റ്റായിട്ട് വരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിപ്പോൾ എനിക്ക് കുളിച്ച് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കിച്ചണിൽ കയറിയിട്ടില്ല. അപ്പോൾ കിച്ചണിൽ ചെയ്യാനുള്ളതൊക്കെ ഞാൻ സെറ്റാക്കിയിട്ട് വെച്ച കാരണം കൊണ്ട് തന്നെ ഒന്ന് സമാധാനത്തിൽ റിലാക്സ് ആയിട്ടാണ് പണിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ പോയി കുളി കഴിഞ്ഞ് വന്നിട്ട് ഇതാ നമ്മളെ ചെമ്മീനപ്പോൾ രാവിലെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ തൊലിച്ചിട്ട് വെച്ചതാണെന്നുണ്ടെങ്കിലും ഫ്രീസറിൽ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അടച്ച് വെക്കണം നമ്മൾ ഫ്രീസറിൽ എന്തും കഴുകിയിട്ടൊക്കെ മീനായാലും എന്തായാലും അടച്ചങ്ങാണ്ട് വെക്കണം. അപ്പോൾ അടച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ഇതാ ഒരു ബൗൾക്ക് ഇട്ടിട്ട് പുറത്ത് വെച്ചതായിരുന്നു. അപ്പോൾ നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിന് അതിൻ്റെ ഐസും കാര്യങ്ങളൊക്കെ പോയി. ഇപ്പോൾ അങ്ങനെ സമാധാനത്തിൽ ഇങ്ങനെ പണിയെടുക്കണേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ലെമണിൻ്റെ ജ്യൂസും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ട് ഇനി അത് ഫ്രൈ ആക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ചെമ്മീനാണ് കേട്ടോ. അതാണ് ഞാനും മോളും കൂടി ഇന്നലെ ഇരുന്നത്. ഒരാൾ വലിയ ചെമ്മീനാണെങ്കിൽ പിന്നെ ഒരാളാകുമ്പോൾ അങ്ങനെ തൊലിച്ചെടുക്കുക. പക്ഷെ അത് ചെറിയ ചെമ്മീനാണ്. അത് ബിരിയാണി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ബിരിയാണിയിൽ ഈ ചെമ്മീൻ്റെ ചോയ നല്ല വരും ഈ ചെറിയ ചെമ്മീൻ. ആ വലിയ ചെമ്മീൻ അത്ര ചോയ ഉണ്ടാവില്ല എന്നൊക്കെ തോന്നില്ല. ഞങ്ങൾ ഈ ചെറിയ ചെമ്മീൻ കിട്ടുമ്പോൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ബിരിയാണിയൊക്കെ തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടം അങ്ങനെ തന്നെയാണ്, ഉമ്മാക്കും ഇഷ്ടമാണ്. പിന്നെ കുറേ കറികളും ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. എനിക്ക് നല്ല മടിയാണ് കുറേ കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി ഇട്ടാ. അപ്പോൾ അത് ഞാനെനിക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ നമ്മളൊരു 10 മിനിറ്റ് മതില്ല നമുക്കൊരു ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുളസിങ്ങാണ്ട്. അപ്പോൾ ആ ഒരു രാത്രിയിലൊരു 10 മിനിറ്റ് നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ രാവിലെകൾ 10 മിനിറ്റ് അല്ല കേട്ടോ, ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പറ്റുമോയെന്ന്. അതിനൊരു കുഴപ്പമില്ല കേട്ടോ. അതൊരു ദിവസം നമ്മളൊരു രാത്രിയല്ലേ, ആ രാത്രി ഇപ്പോൾ ഒരു ദിവസം നമ്മൾ എന്ത് കട്ട് ചെയ്ത് ഞാൻ ഉപ്പേരിക്കുള്ള കട്ട് ചെയ്തൊക്കെ ഫ്രിഡ്ജിൽ നമ്മൾ കുറേ വെക്കാതിരിക്കുക. പിന്നെ എന്ത് ഭക്ഷണങ്ങൾ ചൂടാക്കി കഴിക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ ഈ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചാലൊന്നും ഒരു കുഴപ്പം പറ്റില്ല കേട്ടോ. രാത്രിയിൽ ഞാൻ ഉരുളൻകിഴങ്ങ് കറി ഉണ്ടാക്കുമ്പോൾ ഒക്കെ അതിനുള്ള എല്ലാ ഇതും ഉള്ളി തക്കാളി ഇഞ്ചി ഒക്കെ കൂടി ഒരു പാത്രത്തിലാക്കി വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പാത്രം ഫ്രിഡ്ജിൽ വെക്കണ്ടല്ലോ, അങ്ങനെ ചെയ്യലുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. പക്ഷെ എനിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മൾ രാത്രി ഒരു സംഭവം വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. രാവിലെ എണീറ്റോടെ തന്നെ അതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. മസാല നമ്മളവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ആക്കും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നെയ്ച്ചോറ് മാതിരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 പാത്രം എപ്പോഴും ഒരു പാത്രത്തിലാണ് അളവ് ആക്കിയിട്ട് എടുക്കൽ. അപ്പോൾ ആ ഒരു പാത്രത്തിനനുസരിച്ച് നമുക്ക് വെള്ളം എടുക്കാമല്ലോ എന്ന് എത്തിയിട്ട്. അപ്പോൾ ഞാൻ 2 പാത്രം അരി എടുത്തിട്ടുണ്ട്. അത് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്.
പിന്നെ കുക്കർ വെച്ചിട്ട് അതിൽ നമ്മൾ സൺഫ്ലവർ ആട്ടോ എടുത്തിട്ടുള്ളത്. നെയ്യ് ഒന്നിലും ചേർക്കണില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മൾ നെയ്യ് ഇല്ലാതെ സൺഫ്ലവർ കുറച്ച് ഒഴിച്ചിട്ട് അതിലുണ്ടാക്കലാണ് ചെയ്യൽ. അപ്പോൾ പിന്നെ വലിയ കേടില്ലല്ലോ. അപ്പോൾ ഞാൻ എണ്ണയും നെയ്യും കാര്യങ്ങളൊക്കെ കുറക്കലാണ് പരമാവധി. പണി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും ഇതുതന്നെയാണ്. ഇപ്പോൾ അവിടെ കുക്കറിൽ നമ്മൾ ഒരു വിസിലടിച്ചിട്ട് പിന്നെ കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ഓഫാക്കിയിടും. അപ്പോൾ കറക്റ്റ് വേവാവും കേട്ടോ. പിന്നെ നമ്മൾ മസാല ഇവിടെ റെഡി ആകുമ്പോൾ പിന്നെ ബിരിയാണിക്ക് ഒരു പ്രയാസമില്ലല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ചോറും അതിനൊരു കറി, ഉപ്പേരി, മീൻ പൊരിച്ചതൊക്കെ അങ്ങനെ പോകുമ്പോൾ കുറേ നേരം വേണ്ടി വരും. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മിക്കവാറും ചെമ്മീൻ വെച്ചിട്ട് ബിരിയാണിനെ ഉണ്ടാക്കൽ. ഉള്ളി കട്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് നൈസാക്കിയിട്ട് ഒന്ന് സ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വേഗം വാടി കിട്ടില്ല ഉള്ളി. പിന്നെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ആയതിൻ്റെ ശേഷം ഒന്ന് വാടിയതിൻ്റെ ശേഷം തക്കാളി ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴും നമുക്ക് വേഗം മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഉള്ളിയൊക്കെ വേഗം ഒന്ന് വഴന്ന് കിട്ടും കേട്ടോ. അങ്ങനെ ഞാനതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡറും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ആക്കിയിട്ടുള്ള ഈ ചെമ്മീൻ കൂടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നല്ല ചെറിയ ചെമ്മീനാണ്. അപ്പോൾ ഫ്രൈ ആക്കിയത് കണ്ടാൽ തന്നെ അറിയാം കുഞ്ഞ ചെമ്മീനുകളാണ്. നമ്മൾ സാധനങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം കുക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തലേ ദിവസമൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് പാത്രത്തിലൊക്കെ ആക്കിയിട്ട് നമ്മൾ വെക്കുമല്ലോ. അപ്പോൾ അതെടുത്ത് കണ്ട് നമ്മൾ ഇതേപോലെ ഭക്ഷണം ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കൗണ്ടർ ടോപ്പിലൊന്നും ആവില്ല. പിന്നെ പച്ചക്കറീൻ്റെ വേസ്റ്റ് പിന്നെ കട്ട് ചെയ്യണതൊക്കെ നമ്മൾ ധൃതിയിൽ ഒരു പണീൻ്റെ ഇടയിൽ കുറേ പണികൾ എടുക്കുമ്പോൾ എന്തായാലും പരക്കൂല കിച്ചന്. അപ്പോൾ കിച്ചൻ പരത്താതെ പണിയെടുക്കാൻ ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ. പിന്നെ ചോറൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനി കുളിയൊക്കെ കഴിഞ്ഞാലല്ല പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചോറ് വിളമ്പി എടുക്കണേ. അച്ചാറും ഒക്കെ ഉണ്ട്, സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. അന്ന് നമ്മൾ ഉച്ചവരെയുള്ള വീഡിയോസ് എടുത്തിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻസുകൾ അറിയിക്കുക. ഹൈപ്പ് ചെയ്തിട്ട് വെക്കട്ടെ എല്ലാവരും. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.